ഇനി നമുക്കൊരു സംശയം വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എപ്പോഴാണ് നമ്മൾ ട്രഡീഷണൽ ഡാറ്റാബേസസ്, അതായത് നമ്മുടെ റിലേഷണൽ ഡാറ്റാബേസസ് യൂസ് ചെയ്യേണ്ടത്, എപ്പോഴാണ് നമ്മൾ NoSQL ഡാറ്റാബേസസ് യൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ വേറൊരു ഡൗട്ട് വരാനാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു 4 ടൈപ്പോ അല്ലെങ്കിൽ 5 ടൈപ്പുള്ള NoSQL ഡാറ്റാബേസസ് ഉണ്ട്. അപ്പോൾ അതിൽ ഏതൊക്കെ ടൈപ്പ് ഡാറ്റാബേസാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, ഏത് സെനാരിയോയിൽ ഏത് ഡാറ്റാബേസാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് സംശയം വരും അല്ലേ. സോ ഇതിനൊക്കെ സഹായിക്കുന്ന ഒരു മെയിനായിട്ടുള്ളൊരു തിയറുണ്ട്, ഒരു ക്യാപ് തിയറം എന്ന് പറഞ്ഞുകൊണ്ടൊരു തിയറുണ്ട്. അപ്പോൾ ഈ ക്യാപ് തിയറത്തിൽ നമ്മളെ ക്യാപ്പ് എന്ന് പറഞ്ഞ 3 ലെറ്ററുകളുണ്ടോ, CAP. അപ്പോൾ ഈ 3നും ഓരോ ഡെഫിനിഷനുണ്ട്. അപ്പോൾ ഇത് ഹാൻഡിൽ ചെയ്ത് അല്ലെങ്കിൽ ഇത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ സെനാരിയോയിലും ഏതൊക്കെ ഡാറ്റാബേസസ് ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. ക്യാപ് തിയറത്തെ പറ്റി പറയുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരു 3 കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതിലൊന്നാമത്തേതാണ് കൺസിസ്റ്റൻസി, രണ്ടാമത്തേതാണ് അവൈലബിലിറ്റി, മൂന്നാമത്തേതാണ് പാർട്ടീഷൻ ടോളറൻസ് എന്ന് പറഞ്ഞത്. സോ ഈ 3 കാര്യങ്ങൾ എന്താണെന്ന് അറിഞ്ഞാൽ നമുക്ക് ക്യാപ് തിയറത്തിൽ എന്താണ് പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യത്തേത് നോക്കാം, കൺസിസ്റ്റൻസി. അപ്പോൾ അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ 3 കാര്യങ്ങളുടെ ആദ്യത്തെ ലെറ്ററുകൾ, ഈ 3 വേർഡുകളുടെ ആദ്യത്തെ ലെറ്ററുകൾ ചേർത്ത്, അതായത് CAP, ഈ 3 ചേർത്തിട്ടാണ് ക്യാപ് തിയറം എന്ന് പറയപ്പെടുന്നത്. സോ അപ്പോൾ നമുക്ക് ഈ 3 ഫാക്ടറുകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേതാണ് കൺസിസ്റ്റൻസി. അപ്പോൾ ഈ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഒരു സങ്കല്പിക്കുക, ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം ഉണ്ടെന്ന് വിചാരിക്കുക. സോ ഈ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിൽ വിവിധ നോഡുകളുണ്ട്. അപ്പോൾ ഈ 3 നോഡുകളും സിങ്ക് ആണെന്ന് വിചാരിക്കുക. അതായത് 3 ഒരേപോലെയുള്ള ഒരേ വാല്യൂസാണ് ഉള്ളത്. സപ്പോസ് നമ്മളിപ്പോൾ വേറൊരു സിസ്റ്റത്തിൽ നിന്ന് ഒരു വാല്യൂ റൈറ്റ് ചെയ്യുകയാണ്, ഒന്നാമത്തെ നോഡിലോട്ട് റൈറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒന്നാമത്തെ നോഡിലോട്ട് റൈറ്റ് ചെയ്യുന്നത് അത് സിങ്ക് ചെയ്ത് രണ്ടാമത്തെ നോഡിലും മൂന്നാമത്തെ നോഡിലും സിങ്ക് ചെയ്താൽ 3 നോഡിലും ഒരേ വാല്യൂ ആയിരിക്കും അല്ലേ. സോ ഈ ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിൽ നമ്മളെപ്പോൾ റിക്വസ്റ്റ് ചെയ്താലും നമ്മളിപ്പോൾ വാല്യൂ റിട്രീവ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ സെയിം വാല്യൂ തന്നെയാണ് നമുക്ക് എപ്പോഴും കിടക്കുന്നത്. അതായത് ഓരോ നോഡിൽ നിന്നും സെയിം വാല്യൂ ആണ് നമുക്ക് റിട്രീവ് ചെയ്യുമ്പോൾ കിട്ടുന്നതെങ്കിൽ നമുക്ക് അതിനെ കൺസിസ്റ്റൻ്റ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ എക്സ് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ 5 ആണെന്ന് വിചാരിക്കുക. നമ്മളിപ്പോൾ ആദ്യത്തെ നോഡിൽ നിന്ന് x = 7 എന്നും പറഞ്ഞ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുകയാണ്. സോ എങ്ങനെയാണ് x = 7 എന്നും പറഞ്ഞ് എല്ലാ ആദ്യത്തെ നോഡിൽ വന്നു. അപ്പോൾ അതിൻ്റെ മിററായിട്ടുള്ള ബാക്കിയുള്ള നോഡുകളിൽ ആ വാല്യൂ സിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് x = 7 എന്ന് പറഞ്ഞ് തന്നെ കിട്ടും എല്ലായിടത്തും റിക്വസ്റ്റ് ചെയ്യുമ്പോൾ. ഓക്കെ, സോ അങ്ങനെ ഒരേ വാല്യൂ കിട്ടുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അതായത് വാല്യൂ അക്രോസ് ഓൾ ദ നോഡ്സ് വിൽ ബി സെയിം. ഓക്കെ, അതാണ് കൺസിസ്റ്റൻസി. ഇനി രണ്ടാമത്തെ പറയുന്നതാണ് അവൈലബിലിറ്റി. അവൈലബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ റിക്വസ്റ്റ് ചെയ്യുന്ന ഡാറ്റ അവൈലബിൾ ആണെങ്കിൽ നമ്മളതിനെ അവൈലബിലിറ്റി എന്ന് പറയും. ഓക്കെ, സപ്പോസ് നമ്മളൊരു ഡിസ്ട്രിബ്യൂട്ടർ സിസ്റ്റം എടുക്കുകയാണ്. അപ്പോൾ അതിൽ ഒത്തിരി നോഡുകളുണ്ട്. ഓക്കെ, സോ ഈ നോഡുകളെല്ലാം എന്ന് പറഞ്ഞാൽ ഓരോ സെർവറുകളായിരിക്കും. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ യൂട്യൂബിൽ നമ്മൾ വീഡിയോ റിക്വസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഒരു സെർവർ ഇന്ത്യയിലായിരിക്കും, ഒരെണ്ണം US-ലായിരിക്കും, അങ്ങനെ ഓരോ ജിയോ ലൊക്കേഷൻസിലായിരിക്കും. സപ്പോസ് അതിൽ ഏതെങ്കിലും ഒരു നോഡ് അത് ഡൗൺ ആയെന്ന് വിചാരിക്കുക. പക്ഷേ എന്നാലും നമുക്ക് റിക്വസ്റ്റ് ചെയ്യുന്ന വീഡിയോ നമുക്ക് കിട്ടും. അത് വേറെ ഏതെങ്കിലും ഒരു നോഡിൽ നിന്ന് റിക്വസ്റ്റ് സെർവ് ആകും അല്ലേ. സോ ഇതാണ് ഒരു സെർവർ അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് നോഡ് ഫെയിൽ ആണെങ്കിൽ പോലും ബാക്കിയുള്ളിടത്തുനിന്ന് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിനെയാണ് അവൈലബിലിറ്റി എന്ന് പറയുന്നത്. സോ സിസ്റ്റം അവൈലബിൾ ആയിരിക്കുക എന്ന് പറഞ്ഞതാണ് രണ്ടാമത്തേത്. ഇനി അടുത്ത ഇത് പറയുന്നതാണ് പാർട്ടീഷൻ. പാർട്ടീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വീണ്ടും കൺസിഡർ ചെയ്യുക. ഇപ്പോൾ ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റമാണ്, അതിലിപ്പോൾ 2 നോഡുകളുണ്ട്. ഇപ്പോൾ ഈ ഫസ്റ്റ് നോഡിൽ നിന്ന് ഈ നോഡ് രണ്ടാമത്തെ നോഡിലും മൂന്നാമത്തെ നോഡിനും ഇടയ്ക്ക് ഒരു കമ്മ്യൂണിക്കേഷനിൽ ഒരു ഗ്ലിച്ച് വന്നു വിചാരിക്കുക. ഒരു നെറ്റ്വർക്ക് ഫെയിലിയറോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, ഈ നോഡുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സോ ഇവിടെ ഒരു പാർട്ടീഷൻ സംഭവിച്ചു എന്ന് പറയാം. അതായത് ഈ 2 നോഡുകളിൽ നടക്കുന്ന എന്താണെന്ന് ഈ 2 നോഡുകളിൽ തമ്മിൽ അറിയില്ല അല്ലേ, അതൊരു പാർട്ടീഷൻ സംഭവിച്ചു. സോ ഈ മൂന്നാമത്തെ നമ്മൾ പറഞ്ഞതാണ് പാർട്ടീഷൻ ടോളറൻസ്. പാർട്ടീഷൻ ടോളറൻസ് എന്ന് പറഞ്ഞാൽ ഈ പാർട്ടീഷൻ സംഭവിച്ചാലും അതിനെ ടോളറേറ്റ് ചെയ്യാൻ ഒരു സിസ്റ്റത്തിനുള്ള കഴിവിനെയാണ് നമ്മൾ പാർട്ടീഷൻ ടോളറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് 3 ഫീച്ചറുകൾ നമ്മൾ പറഞ്ഞത്: കൺസിസ്റ്റൻസി, അവൈലബിലിറ്റി, പാർട്ടീഷൻ ടോളറൻസ്. ഓക്കെ, സോ ഈ ക്യാപ് തിയറം എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഈ
മൂന്ന് ഇതുണ്ടല്ലോ, കൺസിസ്റ്റൻസി, അവൈലബിലിറ്റി, അതുപോലെ തന്നെ പാർട്ടീഷൻ ടോളറൻസ്. ഈ മൂന്ന് കാര്യങ്ങളിൽ ഏതെങ്കിലും രണ്ടെണ്ണമേ നമുക്ക് അറ്റ് എ ടൈം അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് മാക്സിമം നമുക്ക് അറ്റ് എ ടൈമിൽ രണ്ടെണ്ണമേ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഈ ക്യാപ് തിയറം പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ നമ്മൾ പി എന്ന് പറഞ്ഞിരിക്കുന്നത് പാർട്ടീഷൻ. ഓക്കെ, സപ്പോസ് നമ്മളിപ്പോൾ ഈ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിൽ ഒരു പാർട്ടീഷൻ സംഭവിച്ചു എന്ന് വിചാരിക്കുക. സോ നമ്മൾ പാർട്ടീഷൻ സംഭവിച്ചെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺസിസ്റ്റൻസി മാത്രമേ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവൈലബിലിറ്റി അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഏതർ പാർട്ടീഷൻ ടോളറൻസ് ആൻഡ് കൺസിസ്റ്റൻസി, അല്ലെങ്കിൽ പാർട്ടീഷൻ ടോളറൻസ് ആൻഡ് അവൈലബിലിറ്റി, ഈ രണ്ടിനും അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇത് ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം എടുക്കുകയാണ്. ഇവിടെ ഒരു 3 നോഡുകളുണ്ട്. ഇപ്പോൾ ഒരു നോഡിലോട്ട് ഞാനിപ്പോൾ ഒരു വാല്യൂ റൈറ്റ് ചെയ്യുകയാണ്. വേറൊരു നോഡിൽ നിന്ന് ഞാനൊരു വാല്യൂ റീഡ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. പക്ഷേ ഈ നോഡുകളിൽ, അതായത് ആദ്യത്തെയും രണ്ടാമത്തെ നോഡിൻ്റെ ഇടയ്ക്ക് ഒരു നെറ്റ്വർക്ക് ഗ്ലിച്ച് വന്നു. ഓക്കെ, ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം വന്നിട്ടുണ്ട്. സോ അതായത് അവിടെ ഒരു പാർട്ടീഷൻ നടന്നു. സോ ഇപ്പോൾ പാർട്ടീഷൻ ഉണ്ട്. സോ ഇപ്പോൾ പാർട്ടീഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നെങ്കിൽ കൺസിസ്റ്റൻസി നമുക്ക് ഉറപ്പാക്കാം, അല്ലെങ്കിൽ അവൈലബിലിറ്റി ഉറപ്പാക്കാം. സപ്പോസ് നമ്മളിപ്പോൾ കൺസിസ്റ്റൻസിയാണ് ഉറപ്പാക്കേണ്ടത് എന്ന് വെച്ചു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒന്നാമത്തെയും രണ്ടാമത്തെയും നോഡുകളിൽ തമ്മിൽ പാർട്ടീഷൻ ഉണ്ടായപ്പോൾ അതേ രണ്ടിലും ഒരേ വാല്യൂ ആണെങ്കിൽ നമുക്ക് കൺസിസ്റ്റൻസി അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വേറെ റിക്വസ്റ്റുകളൊന്നും വന്നാൽ അതൊന്നും നമ്മൾ അക്സെപ്റ്റ് ചെയ്യരുത്. ആ സിസ്റ്റം ലോക്കായിട്ടിരിക്കുവാണെങ്കിൽ കൺസിസ്റ്റൻസി അച്ചീവ് ചെയ്യാം, അല്ലേ? അതായത് രണ്ട് പ്ലേസിൽ നിന്നും നമ്മളിപ്പോൾ ആദ്യത്തെ നോഡിലോട്ട് x അതിൽ എക്സിൻ്റെ വാല്യൂ 2 ആണെന്ന് വിചാരിക്കുക, രണ്ടാമത്തെ നോഡിൽ. നമ്മളിപ്പോൾ വേറൊരു വാല്യൂ നമ്മളിപ്പോൾ ഒന്നാമത്തെ നോഡിലിട്ട് റൈറ്റ് ചെയ്യുകയാണ്, x=5 എന്ന് പറഞ്ഞ് റൈറ്റ് ചെയ്യുകയാണ്. സോ ഈ റൈറ്റ് ചെയ്യുന്നതിന് അത് അക്സെപ്റ്റ് ചെയ്യാതെ, അതായത് ആ വാല്യൂ നമ്മൾ അവിടെ റൈറ്റ് ചെയ്യാതെ ഇരിക്കുവാണെങ്കിൽ നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് x=2 എന്ന് കിട്ടുള്ളൂ, അല്ലേ? സോ അതാണ് നമുക്ക് ഒന്നെങ്കിൽ പാർട്ടീഷൻ സംഭവിച്ചാൽ ഒന്നെങ്കിൽ നമുക്ക് കൺസിസ്റ്റൻ്റ് ആക്കാൻ വേണ്ടി ആ സിസ്റ്റത്തെ നമുക്ക് നെറ്റ്വർക്കിൽ നിന്ന് ബ്ലോക്ക് ചെയ്ത് ഇതിനപ്പുറം സിങ്ക് ചെയ്യാതിരിക്കാം, അതായത് ഒരു ആക്ഷനും എക്സിക്യൂട്ട് ചെയ്യാതിരിക്കാം. അതാണ് കൺസിസ്റ്റൻസി അച്ചീവ് ചെയ്യാനുള്ള. ഇനി അവൈലബിലിറ്റിയാണ് നമുക്ക് വേണ്ടത്. അതായത് ഇനി സപ്പോസ് നമ്മൾ പാർട്ടീഷൻ സംഭവിച്ചു, പക്ഷേ നമുക്ക് അവൈലബിലിറ്റിയാണ് വേണ്ടത്. അതായത് 2 വാല്യൂ കിട്ടുന്നത്, അതായത് വാല്യൂ കൺസിസ്റ്റൻ്റ് ആയിട്ട് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു സിസ്റ്റം അവൈലബിൾ ആയിട്ടിരിക്കണം. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്നാ ചെയ്യാം, ഈ പാർട്ടീഷൻ സംഭവിക്കുമ്പോൾ അവൈലബിലിറ്റി മാത്രം നമുക്ക് ഉറപ്പാക്കാം, കൺസിസ്റ്റൻസി നമുക്ക് വേണ്ടാന്ന് വിചാരിക്കാം. സോ ഇങ്ങനെയും ഇത് പോസിബിളാണ്. സോ ഒന്നെങ്കിൽ പാർട്ടീഷൻ ഉണ്ടെങ്കിൽ കൺസിസ്റ്റൻസി നമുക്ക് അച്ചീവ് ചെയ്യാം, കൺസിസ്റ്റൻസി മാത്രം അച്ചീവ് ചെയ്യാം, അല്ലെങ്കിൽ അവൈലബിലിറ്റി അച്ചീവ് ചെയ്യാം. ഇത് രണ്ടും കൂടെ അച്ചീവ് ചെയ്യുന്നതെന്ന് പറഞ്ഞത് പറ്റിയല്ല എന്നാണ് പറയുന്നത്. അതായത് മാക്സിമം 2 ഫീച്ചറുകൾ മാത്രമേ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഇതാണ് ക്യാപ് തിയറം പറയുന്നത്. ഇനി ഈ ക്യാപ് തിയറം എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഈ ക്യാപ് തിയറം ബേസ് ചെയ്തിട്ട്, ഇത് ബേസ് ചെയ്തിട്ടാണ് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് ഏത് NoSQL ഡാറ്റാബേസാണ് നമ്മൾക്ക് യൂസ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. ഓക്കെ, ഈ കൺസിസ്റ്റൻസി, അവൈലബിലിറ്റി ആൻഡ് പാർട്ടീഷൻ വെച്ചിട്ട്. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ കൺസിസ്റ്റൻറ്റും ആയിരിക്കണം, അവൈലബിൾ ആയിരിക്കണം. സോ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് എല്ലാം പറഞ്ഞാൽ നമ്മളിപ്പോൾ അതായത് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ, ഇത് ട്രഡീഷണൽ ഡാറ്റാബേസിലാണ് നമ്മൾ സാധാരണ ഇത് പറയുന്നത്. അത് കൺസിസ്റ്റൻസിയും അവൈലബിലിറ്റിയും ചേർന്ന് വന്നിരിക്കുന്നത്. ഇത് C എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അതാണ് കൺസിസ്റ്റൻസി അവൈലബിളും ചേർത്തത്. ഇത് സാധാരണ ട്രഡീഷണൽ സിസ്റ്റംസിലാണ്, അതായത് റിലേഷണൽ ഡാറ്റാബേസിലാണ് ഉള്ളത്. ഇനി നമ്മൾ NoSQL ഡാറ്റാബേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് NoSQL ഡാറ്റാബേസസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? സോ ഓരോരോ വെൻഡേഴ്സ് ഓരോരോ NoSQL ഡാറ്റാബേസസും റിലീസ് ചെയ്തിട്ടുണ്ട്. സോ ഇതിലേതെല്ലാം സെനാരിയോയിൽ അതല്ലെങ്കിൽ ഇതിലേതെല്ലാമാണ് ഓരോ NoSQL ഡാറ്റാബേസസും ഉറപ്പുവരുത്തുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഇപ്പോൾ കൺസിസ്റ്റൻസിയും പാർട്ടീഷനും, അതായത് ഒരു പാർട്ടീഷൻ സംഭവിച്ചാൽ നമ്മൾ കൺസിസ്റ്റൻസി ഉറപ്പാക്കണമെങ്കിൽ നമ്മൾ അങ്ങനത്തെ ആ സെനാരിയോയിലെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇതുപോലെ HBase, MemCacheDB, MongoDB, TerraStore, Scalaris, Redis ഇതെല്ലാം. ഇനി നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ കൺസിസ്റ്റൻസിയും അവൈലബിലിറ്റിയും
നമ്മൾ ഉറപ്പാക്കണമെങ്കിൽ നമ്മൾ നോർമലായിട്ടുള്ള ട്രഡീഷണൽ ഡാറ്റാബേസ്, അതായത് റിലേഷണൽ ഡാറ്റാബേസസ് എല്ലാം നമ്മൾ യൂസ് ചെയ്യും. MySQL, പോസ്റ്റ്ഗ്രസ്, ഒറാക്കിൾ അതെല്ലാം നമുക്ക് യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു പാർട്ടീഷൻ സംഭവിച്ചാൽ അവൈലബിലിറ്റിയാണ് നമ്മൾ ഉറപ്പാക്കേണ്ടത്. അതായത് എപ്പോഴും സിസ്റ്റം അവൈലബിൾ ആയിരിക്കണം. വാല്യൂ മാറിയാലും കുഴപ്പമില്ല, മീൻസ് കൺസിസ്റ്റൻ്റ് അല്ല, ഓരോ നോഡിൽ നിന്നും കിട്ടുന്ന വാല്യൂ കൺസിസ്റ്റൻ്റ് അല്ല എങ്കിലും കുഴപ്പമില്ലെങ്കിൽ അങ്ങനത്തെ സാഹചര്യങ്ങളിലാണ് നമ്മളിപ്പോൾ AWSൻ്റെ ഡൈനാമോ DB, കസാൻഡ്ര, റിയാക്ക്, കൗച്ച് DB ഇതെല്ലാം യൂസ് ചെയ്യുന്നത്. സോ ഇതാണ് ക്യാപ് തിയറം. സോ ഇങ്ങനെയാണ് ക്യാപ് തിയറം നമ്മൾ ഏതെല്ലാം മീൻസ് ഓരോ സെനാരിയോയിലും നമ്മുടെ യൂസ് കേസ് അനുസരിച്ച് ഏത് ഡാറ്റാബേസാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നമുക്കൊരു ഇൻഫർമേഷൻ തരുന്നത്. സോ ഈ ക്യാപ് തിയറം മാത്രമല്ല വേറെ തിയറംസും ഇതിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഇതാണ് നമ്മൾ മോസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഡാറ്റ അല്ലെങ്കിൽ ട്രാൻസാക്ഷൻസ് എല്ലാം വളരെ കൃത്യമായിരിക്കണം. അല്ലെങ്കിൽ ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു ചാൻസ് ഓഫ് എറർ പോലും ഉണ്ടാകരുത്. സോ അങ്ങനെയുള്ള അങ്ങനെയുള്ള സെനാരിയോസ് നമ്മൾ റിലേഷണൽ ഡാറ്റാബേസസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ ബാങ്കിങ് ആപ്ലിക്കേഷൻസ് എല്ലാം. അപ്പോൾ ബാങ്കിങ് ആപ്ലിക്കേഷൻസിലെല്ലാം ഒരു ട്രാൻസാക്ഷന് പോലും തെറ്റ് പറ്റാൻ പറ്റുകയില്ല. സോ അത്രയ്ക്ക് അക്യുറസി വേണ്ട ആപ്ലിക്കേഷൻസിലെല്ലാം സ്റ്റിൽ നമ്മൾ ട്രഡീഷണൽ ഡാറ്റാബേസസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഡാറ്റാബേസ് പണ്ടൊക്കെ നമ്മൾ കോളേജിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അറിയാം, നമ്മൾ ഓരോ പ്രോപ്പർട്ടീസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. ആസിഡ് പ്രോപ്പർട്ടീസ് എന്നൊക്കെ പറഞ്ഞാൽ, ആസിഡ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അറ്റോമിസിറ്റി, കൺസിസ്റ്റൻസി, ഐസൊലേഷൻ ആൻഡ് ഡ്യൂറബിലിറ്റി. സോ ഇങ്ങനെയുള്ള ഈ ആസിഡ് പ്രോപ്പർട്ടീസിനെല്ലാം ആസിഡ് പ്രോപ്പർട്ടീസിനെല്ലാം ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ടാണ് റിലേഷണൽ ഡാറ്റാബേസസ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ നോർമലൈസേഷൻ എല്ലാം പഠിച്ചിട്ടുണ്ട് അല്ലേ? നോർമലൈസേഷൻ 1NF 2NF എന്നൊക്കെ പറഞ്ഞു. സോ ഇങ്ങനെ നോർമലൈസേഷനും ആസിഡ് പ്രോപ്പർട്ടീസ് ഇതെല്ലാം ഈ റൂൾസ് എല്ലാം പാലിച്ചുകൊണ്ടാണ് ഒരു ട്രഡീഷണൽ റിലേഷണൽ ഡാറ്റാബേസസ് വർക്ക് ചെയ്യുന്നത് അല്ലേ? പക്ഷേ ഈ ആസിഡ് പ്രോപ്പർട്ടീസിലെല്ലാം നമുക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും നമ്മൾ ഈ NoSQL ഡാറ്റാബേസസ് യൂസ് ചെയ്യുമ്പോൾ. സോ ഈ NoSQL ഡാറ്റാബേസസിന് കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ട്. സോ നമുക്ക് ഒരിക്കലും ഈ NoSQL ഡാറ്റാബേസസ് എന്ന് പറഞ്ഞാൽ അതൊരു ട്രഡീഷണൽ ഡാറ്റാബേസിന്, അതായത് റിലേഷണൽ ഡാറ്റാബേസിന് റീപ്ലേസ്മെൻ്റ് ആയിട്ടല്ല വന്നത്. പക്ഷേ വേറെ കുറേ പ്രോബ്ലംസ് പരിഹരിക്കാൻ അല്ലെങ്കിൽ ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ ആയിട്ടാണ് വന്നത് ചില കാര്യങ്ങളിൽ. ഇപ്പോൾ നമുക്കറിയാം ബിഗ് ഡാറ്റാസ് ഒക്കെ വളരെ പോപ്പുലർ ആയിട്ട് ഒന്നാണ്. സോ ഈ ബിഗ് ഡാറ്റയുടെ യൂസേജ് എല്ലാം ഇൻക്രീസ് ചെയ്തത്, അതുപോലെ ക്ലൗഡിൻ്റെ യൂസേജ് എല്ലാം ഇൻക്രീസ് ചെയ്തപ്പോൾ ഈ NoSQL ഡാറ്റാബേസസിന് ഒത്തിരി യൂസ് കേസസ് ഉണ്ട്, ചാൻസസ് ഉണ്ട് യൂസ് കേസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.